ശബരിമലയിൽ ദിലീപിനായിക്കൂടാ, പക്ഷേ ജഡ്ജിമാർക്കാകാം. ഈ അടുത്ത ദിവസമാണല്ലോ ദിലീപിൻ്റെ ശബരിമല ദർശനവുമായി ബന്ധപ്പെട്ട് ഒരു വിവാദമുണ്ടായത്. അദ്ദേഹത്തിന് പ്രത്യേക പരിഗണന കൊടുത്ത് സന്നിധാനത്ത് സ്പെഷ്യൽ ദർശനത്തിനുള്ള അവസരമൊരുക്കിയത് ഏറെ വിവാദമായിരുന്നു, ഏറെ ചർച്ചയായിരുന്നു. അതിൻ്റെ പേരിൽ ദേവസ്വത്തിലെ ചിലർക്കെതിരെ നടപടിയുണ്ടായി. എന്നാൽ അന്ന് ആ പ്രത്യേക പരിഗണനയ്ക്ക് ഹൈക്കോടതി ജഡ്ജി വിമർശനം ഉന്നയിക്കുന്ന സാഹചര്യമുണ്ടായി. അതിനെ സംബന്ധിച്ച് റിപ്പോർട്ട് തേടിയതും വാർത്തയായിരുന്നു. ശബരിമലയിൽ കഴിഞ്ഞ ദിവസം നടൻ ദിലീപ് VIP ദർശനം നടത്തിയ സംഭവം വലിയ വിവാദമായി മാറിയിരുന്നു. കോടതി ആ വിഷയത്തിൽ ഇടപെട്ടതൊക്കെ നമ്മൾ കണ്ടതാണ്. ഈ സംഭവത്തിൽ വീഴ്ച വരുത്തിയ ആളുകൾക്കെതിരെ മാതൃകാപരമായ നടപടിയെടുക്കുമെന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ടുള്ള. എന്നാൽ കഴിഞ്ഞ ദിവസത്തെ ഒരു ദൃശ്യമാണ്. ഹൈക്കോടതി ജഡ്ജിയായിട്ടുള്ള ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ശബരിമല ദർശനമാണ്. ഇതിൽ പ്രിഫറൻസ് ഉണ്ടോ എന്ന് നോക്കൂ. പ്രത്യേകിച്ച് 18-ാം പടി വഴി കടന്നു പോവുകയാണ്. സാധാരണക്കാരനായിട്ടുള്ള ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഇതുപോലെ എല്ലാ പടിയിലും തൊഴുത് കയറി പോകാൻ പറ്റുമോ? ജഡ്ജി വരുന്നതിനെ തുടർന്ന് അത്യാവശ്യം തിരക്കുണ്ടായിരുന്ന ദിവസം ഇദ്ദേഹത്തെ മാത്രം കടത്തിവിടാനായിട്ട് ജനങ്ങളെ തടയുന്ന സാഹചര്യമുണ്ടായി. ഇത് ജനാധിപത്യമാണോ? ദിലീപിനായിക്കൂടാ, പക്ഷേ ഹൈക്കോടതി ജഡ്ജിക്കാകാമെന്ന് പറയുന്നത് എന്ത് തരം സമത്വമാണ്? എന്ത് തരം ഇക്വാളിറ്റിയാണ്?